വാസ്തവത്തിൽ എന്താണ് നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത്? എന്തിനാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്? വാസ്തവത്തിൽ ചെറിയ രാജ്യങ്ങളിൽ കലാപമുണ്ടാക്കി നിയന്ത്രണം ഏറ്റെടുക്കുക എന്നത് അമേരിക്കയുടെ രീതിയാണ്. അമേരിക്ക പലപ്പോഴും അവരുടെ നിയന്ത്രണം ലോകത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ഇത്തരം കുതന്ത്രങ്ങളിലൂടെയാണ്. അമേരിക്കയ്ക്ക് നേരിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല, എന്നാൽ അതിന്റെ പിന്നിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടാവും എന്നത് വാസ്തവമാണ്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിക്കപ്പെട്ടത് ഓർക്കുക. ഇന്ത്യയുമായി വളരെ സൗഹൃദമുണ്ടായിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കേണ്ട ആവശ്യം എങ്ങനെയോ അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നു. അമേരിക്ക ഇത് അറിഞ്ഞിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ബംഗ്ലാദേശിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങളാവട്ടെ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങളാവട്ടെ, ആ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്നു പോകും എന്നവർ നേരത്തെ മനസ്സിലാക്കുകയും സമാന്തര സംവിധാനം ബദലായി ഇന്ത്യയിലാണെങ്കിലും വിയറ്റ്നാമിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ പ്രതിനിധികൾ എത്തുകയും ഇവിടുത്തെ ഉൽപാദന നഷ്ടം നികത്തുന്നതിന് വേണ്ടി ആ രാജ്യങ്ങളിൽ ഉൽപാദനം കൂട്ടാൻ അവർ ഉത്തരവിടുകയും ചെയ്തു. ഏത് കലാപം തുടങ്ങുന്നതിന് 6 മാസം മുമ്പ്. എന്ന് വെച്ചാൽ 6 മാസം കഴിയുമ്പോൾ ഇവിടെ കലാപം ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു എന്നർത്ഥം. ഇത്തരത്തിൽ അമേരിക്ക പലപ്പോഴും ഒരു രാജ്യത്ത് കലാപമുണ്ടാക്കുകയും രാജ്യത്തെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിവിടുകയും ചെയ്ത് എളുപ്പമാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കായതുകൊണ്ട് അത് സാധ്യമാണ്. വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയും. അവർക്ക് ചില താല്പര്യങ്ങൾ അവരുടെ പാവ സർക്കാരിനെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വരും. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് അതാണ്. അവിടെ വലിയ ഹിന്ദു വിരുദ്ധ വേട്ട നടക്കുന്നു, ഇന്ത്യ വിരുദ്ധ പ്രചരണം നടക്കുന്നു. ഇത് തന്നെയാണ് പല രാജ്യങ്ങളിലും അമേരിക്ക അനുവർത്തിക്കുന്ന നയം. അതുകൊണ്ടാണ് അമേരിക്കയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ പലരും അമേരിക്കയോട് ചേർന്ന് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ അമേരിക്കയോട് ചേർന്ന് പോകണമെങ്കിൽ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന ചില സാഹചര്യം രൂപപ്പെട്ടു വരാറുണ്ട്. ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് നോക്കുക. നേപ്പാളിൽ ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. ജനങ്ങളൊക്കെ അതിനാൽ സ്വാധീനിക്കപ്പെടുന്നു. ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റയും ഒക്കെ അടങ്ങുന്ന നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ അവയൊന്നും നിയന്ത്രിക്കാൻ നേപ്പാൾ സർക്കാരിന് കഴിയുന്നില്ല. അപ്പോൾ നേപ്പാൾ സർക്കാർ ഉത്തരവിട്ടു, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഈ നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണം. നേപ്പാളിന്റെ IT മന്ത്രാലയത്തിൽ അവർ രജിസ്റ്റർ ചെയ്യണം. അവിടെ ഒരു ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാവണം. ആ ഗ്രീവൻസ് ഓഫീസർ ഉത്തരം പറയണം. ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ടായാലും ഒരു ഉത്തരം പറയണം. ഇത് എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കുന്നത്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ബ്രിട്ടനിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നു. ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ഉത്തരവാദിത്വമുള്ള ആരെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം. ഇന്ത്യയും കർശനമാക്കിയിട്ടുണ്ട്, ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങിയിട്ടുണ്ട്. എന്നാൽ നേപ്പാൾ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിന് വഴങ്ങിയില്ല. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, മെറ്റ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഇവരൊക്കെ നേപ്പാൾ സർക്കാരിന്റെ ആവശ്യാനുസരണം രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു. അങ്ങനെ വിസമ്മതിച്ചപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ നേപ്പാൾ സർക്കാർ റദ്ദ് ചെയ്തു. നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടത് ന്യായമല്ലേ? ഒരു രാജ്യത്തെ നിയമം പാലിക്കാൻ ഒരു വിദേശ കമ്പനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിൽ മാത്രമേ ആ രാജ്യത്തിന്റെ സ്വയംഭരണാവകാശം സംരക്ഷിക്കാൻ കഴിയൂ. ഇവിടെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കാനാവാം, അല്ലെങ്കിൽ നേപ്പാൾ താല്പര്യത്തിനെതിരാവാം കുത്തിത്തിരിപ്പുമായി രംഗത്തെത്തുന്നതും ഇത്തരം കലാപാഹ്വാനങ്ങൾക്കും മറ്റും അവർ പിന്തുണ കൊടുക്കുന്നതും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇസഡ് ജനറേഷന്റെ വിപ്ലവം ആരംഭിക്കുകയാണ്. കാരണം ഈ ഇൻസ്റ്റയും വാട്സാപ്പും സ്നാപ്ചാറ്റും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തവരാണ് ഈ പുതിയ തലമുറ. അവർ പതിയെ രംഗത്തേക്ക് ഇറങ്ങുന്നു. അത് പ്രക്ഷോഭമായി മാറുന്നു. വെടിവയ്പിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു.